ഞാൻ നാട്ടിലായിരുന്നു, ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം എല്ലാവർക്കും നമസ്കാരം. നിവിൻ പോളി കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടോട് അനുബന്ധിച്ച് നിവിൻ പോളിക്കെതിരെ വന്ന ആരോപണം എന്തായാലും ഇര ഇപ്പോൾ പക്കാ വേട്ടക്കാരിയായി മാറിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അറിവ്. എന്തായാലും അടപടലം മൂഞ്ചിരിക്കുകയാണ് നമ്മുടെ ഇര എന്ന് പറയപ്പെടുന്ന വേട്ടക്കാരി. നിവിൻ പോളിക്കെതിരെ കളിച്ച് ലവൻ അന്ന് പ്രസ് മീറ്റിൽ ചിരിച്ചു കളിച്ച് വന്നപ്പോഴേ വിധി എഴുതിയതാ. ഇത് അടപടലം തേഞ്ഞ കേസാ എന്ന്. ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്നതിന് ഇടയ്ക്ക് തന്നെ ഏതാണ്ട് അവർക്കും പിടികിട്ടി. ഉടായ്പ കേസും കൊണ്ടാണ് നിവിൻ പോളിക്ക് എതിരെ വന്നത്. നിവിൻ പോളിക്ക് എതിരെ വന്ന യുവതിക്കെതിരെ എന്തായിരിക്കും നടപടിയെന്ന് നമുക്ക് അറിയണ്ടേ? അതിനു മുന്നേ കുറച്ച് ന്യൂസ് കേട്ടു നോക്കാം. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നിവിൻ പോളിയെ SIT ഓഫീസിലേക്ക്, അതായത് കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്തേക്ക് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു ചോദ്യം ചെയ്യലുണ്ടായത്. ഇവിടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടാണ് നിവിൻ പോളി ചോദ്യം ചെയ്യലിനായി എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 തെളിവുകൾ, ഒന്ന് ഈ പെൺകുട്ടി പറയുന്ന തീയതികൾ, അതായത് 2023-2024 ഡിസംബർ 14-15 തീയതികളിൽ ദുബായിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ള 6 പേർ, നിവിൻ പോളി കേസിൽ 6ാം പ്രതിയാണ്, നിവിൻ പോളി അടക്കമുള്ള 6 പേർ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ്, തന്നെ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഈ തീയതികളിൽ നിവിൻ പോളി ദുബായിലായിരുന്നില്ല, കൊച്ചിയിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ കൃത്യമായി നിവിൻ പോളിയുടെ കയ്യിലുണ്ട്. കുമ്പിടി അടിച്ചതാ ഒരേ സമയം രണ്ടിടത്ത്. മറ്റേ ട്രെയിൻ ട്രാവൽ ചെയ്ത് അങ്ങ് പോയി ലവളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈം ട്രാവൽ ചെയ്ത് കൊച്ചിയിൽ നിന്ന് ഒറ്റ സ്പോട്ടിൽ കയറിപ്പോയി. അതാണ് സംഭവിച്ചത് കേട്ടോ. ഇപ്പൊ ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. എന്തായാലും കുമ്പിടി അടിച്ചതാണ് നിവിൻ പോളി എന്നാണ് നമ്മുടെ ഇരയായി അറിയപ്പെടുന്ന വേട്ടക്കാർ പറയുന്നത്. എന്തായാലും മൂഞ്ചിയിട്ടുണ്ട്, നല്ല പോലെ മൂഞ്ചിയിട്ടുണ്ട്. അവിടെ പടലം തേഞ്ഞൊട്ടി കേസും കൊണ്ടുവന്നു. ആരോ പറഞ്ഞു പറ്റിച്ച് നിവിൻ പോളി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്ന്. അതോടെ ആ ഡേറ്റ് തന്നെ ഇട്ട് കൊടുത്ത്. എന്നിട്ട് അവസാനം മൂഞ്ചിയെന്ന് മനസ്സിലായപ്പോൾ നേരെ എന്ത് ചെയ്തു, ഉൾട്ടയടിച്ചു. അയ്യോ ഞാൻ ഉറക്കപ്പിച്ച് പറഞ്ഞതാ ഡേറ്റ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കില്ല, ഞാൻ ഉറക്കപ്പിച്ച് പറഞ്ഞതാ എന്നുള്ള സാധനം എടുത്ത് അടിക്കുകയും വീണ്ടും മൂഞ്ചി തിരിഞ്ഞ് കയറിപ്പോയാൽ പിന്നെ ലെവളുടെ ഫോട്ടോ വെച്ചെന്നൊന്ന് യൂട്യൂബേഴ്സിനെതിരെയും കൊണ്ട് കേസ് കൊടുത്തു. അതും പോലീസുകാർ പോലും തിരിഞ്ഞു പോകത്തില്ല. അമ്മാതിരി സാധനമാണ് ലെവൽ. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. എന്തായാലും ബാക്കി കാര്യം, ഈ ദുബായിലാണെന്ന് പറയുന്ന ദിവസങ്ങളിൽ തന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയും ഹാജരാക്കിയിട്ടുണ്ട്. ആ തീയതികളിൽ നിവിൻ പോളി ദുബായിലേക്ക് കടന്നിട്ടില്ല, അല്ലെങ്കിൽ പോയിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്നത് എന്ന കാര്യങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന തെളിവുകളാണ് ആ പാസ്പോർട്ടിന്റെ കോപ്പിയിലുള്ളത്. അങ്ങനെ ഈ 2 തെളിവുകളും കൊണ്ടാണ് നിവിൻ പോളി ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയത്. എന്തായാലും അന്വേഷണ സംഘത്തിനും ഇതിലെ ഒരു വ്യാജ പരാതിയാണോ എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘവും എത്തി നിൽക്കുന്നത്. കാരണം ഈ പെൺകുട്ടി പറയുന്ന പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ആദ്യം തീയതി പറയുന്നു, പിന്നീട് പറയുന്നു അത് താൻ ഉറക്കപ്പിച്ചിലാണ് ആ തീയതി പറഞ്ഞതെന്ന്. പിന്നീട് കൃത്യമായിട്ടുള്ള തെളിവുകൾ നിവിൻ പോളിക്കെതിരെ ഹാജരാക്കുവാനും ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഈ പെൺകുട്ടി പറയുന്നതിലെ മൊഴിയിലെ ചില വൈരുദ്ധ്യവും അന്വേഷണ സംഘത്തിന് ഈ നിവിൻ പോളി ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് അവസ്ഥ. ഉടൻ തന്നെ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ മേഖലയിലെ താരങ്ങൾക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികളിൽ ഏറ്റവും വേഗത്തിൽ തീർപ്പാക്കുന്നത് നിവിൻ പോളിയുടെ കേസ് ആകാനാണ് സാധ്യത എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ നിവിൻ പോളി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം കുറ്റപത്രം എത്രയും വേഗം നൽകി കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അങ്ങനെയാണ് നിവിൻ പോളിയെ ഇന്നലെ ചോദ്യം ചെയ്തത്. ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചോദ്യവും തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വേട്ടക്കാരി ചേച്ചി മൂഞ്ചിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് നിലവിൽ. അല്ല നമുക്ക് നോക്കാം. ഇത്രയും ഭയങ്കര കട്ടയ്ക്ക് നിന്നതല്ലേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പാവങ്ങളുടെ നെഞ്ചത്തും കൂടി ചുമ്മാ ആരോപണം തൊട്ട് അടിച്ചു കയറി എല്ലാത്തിനെയും പിടിച്ച് അകത്തിടണമെന്നാണ് എൻ്റെ ഒരു രീതി. ഇന്നലെ അന്വേഷണ സംഘം ആ കാര്യത്തിലും നിവിൻ പോളിയുടെ വിശദമായ മൊഴിയെടുത്തിരുന്നു. നിവിൻ പോളി തുടക്കം മുതൽ പറഞ്ഞത്, അതായത് അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ വളരെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. അതിൽ നിവിൻ പോളി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പെൺകുട്ടിയുമായി തനിക്ക് യാതൊരുവിധ പരിചയവുമില്ല, അങ്ങനെ സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി താൻ ആരെയും വിളിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദുബായിലേക്ക് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരേ ഉത്തരം തന്നെയാണ് നിവിൻ പോളി പറഞ്ഞത്. അതിനുശേഷം നിവിൻ പോളി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, തനിക്കെതിരെ നടക്കുന്നത് ഒരു ഗൂഢാലോചനയാണോ, അതായത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ DGPക്ക് അടക്കം നിവിൻ നൽകിയ പരാതിയിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണോ തനിക്കെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നതായി താൻ സംശയിക്കുന്നു എന്ന് കൂടി നിവിൻ പോളി പരാതിയിൽ പറയുന്നുണ്ട്. അന്ന് വിഷയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വന്ന് ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരേ ഒരു നടനേ ഉള്ളൂ, അത് നിവിൻ പോളിയാണ്. ഏറ്റവും കൂടുതൽ ചങ്കൂറ്റത്തോടെ വന്നതിൽ
പിന്നെ വേറെ ആരൊക്കെ വന്നു. പക്ഷേ അപ്പം തന്നെ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയിട്ട് വാടാ മക്കളെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടിയിട്ട് ചങ്കൂറ്റത്തോടെ ഇരുന്ന് കളി കളിച്ചത് നിവിൻ പോളി തന്നെയാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഇനി ഇതൊരു ഗൂഢാലോചനയാണോ എന്നുള്ളതിൽ എനിക്കും സംശയമുണ്ട്. ഇവന്റെ കരിയർ തൊലച്ച് നാറാണത്താക്കിയിട്ട് വേറെ ഏതെങ്കിലും അണ്ണന്മാർക്കൊക്കെ കയറി വരാനുള്ള പണിയാണെങ്കിലും പറയാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റത്തില്ലേ ഒന്നും. എല്ലാം ഇന്ന് നാറിയ കളികളല്ലേ നാട്ടുകാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുത്തന്നെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അടുത്തവൻ കയറുക എന്നൊക്കെ ഉള്ള ഒരു മെന്റാലിറ്റി. പക്ഷേ ഇങ്ങനൊരു കേസ്, പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിവിൻ പോളിയുടെ കരിയറിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഇങ്ങനത്തെ ഒരു ഗൂഢാലോചനയുടെ നീക്കമാണെങ്കിൽ അതും തെളിയിക്കണം. ആരാണ് ഗൂഢാലോചിച്ചതെന്നും തെളിയിക്കണം. എന്തിനാണ് ഇങ്ങനൊരു കൊണാൻഡർ കേസുമായിട്ട് വന്നതെന്നും തെളിയിക്കണം. എല്ലാം തെളിയിക്കണം. ഒന്നിനെ വെറുതെ വിടരുത്. ഇരയും വേട്ടക്കാരിയും വേട്ടക്കാരനെ പറഞ്ഞു വിട്ടതും എല്ലാ ടീംസിനെയും പിടിച്ചിടിച്ച് നോക്കേണ്ട സമയം കഴിഞ്ഞു. ഈ പരാതി DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. അങ്ങനെ നിവിൻ പോളി നൽകിയ ഈ ഗൂഢാലോചന, തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ പരാതിയും പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് അന്വേഷിക്കുന്നത്. അവർ ഇന്നലെയും നിവിൻ പോളിയെ വിളിച്ചപ്പോൾ ഇക്കാര്യം വിശദമായി ചോദിച്ചു. ഇതിലും കൃത്യമായിട്ടുള്ള മൊഴി നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി പറയുന്ന പീഡന പരാതിയിൽ നിവിൻ പോളി ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ ഏത് വിധത്തിലായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. അതോ നിവിൻ പോളി മാത്രമാണോ, മറ്റ് 5 പ്രതികളും, ഇതിലൊരു നിർമ്മാതാവ് അടക്കമുള്ളവരുണ്ട്, ഒരു പെൺകുട്ടിയുമുണ്ട്. ആ പെൺകുട്ടി വഴിയാണ് ഈ പരാതിക്കാരി ദുബായിലേക്ക് പോയതെന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 5 പേര് മാത്രമാണോ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, നിവിൻ പോളി ഇതിൽ നിരപരാധിയാണോ എന്നുകൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ പെൺകുട്ടിക്കെതിരെ ഏത് വിധത്തിലുള്ള നടപടിയുമായി അല്ലെങ്കിൽ എന്ത് നീക്കവുമായി മുന്നോട്ട് പോകാമെന്ന് അന്വേഷണ സംഘം ആലോചിക്കുക. എന്തായാലും നിലവിൽ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലും മൊഴിയെടുപ്പിലും നിവിൻ പോളി തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്ന എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇര എന്നറിയപ്പെടുന്ന വേട്ടക്കാരി വേറൊരു പെൺകുട്ടി വഴിയാണ് ഈ ഹോട്ടലിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ നിവിൻ പോളിയിലേക്ക് എത്തിയതെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാര്? ആ ക്വസ്റ്റ്യൻ മാർക്ക് അതാര്? അവര് മുന്നോട്ട് വരണം. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ? നിവിൻ പോളിയുടെ പാസ്പോർട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തപ്പോൾ തന്നെ കാര്യങ്ങൾ പിടികിട്ടി. ആ സമയത്ത് കൊച്ചിയിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനായിട്ടൊക്കെ എൻജോയ് ചെയ്ത് സിനിമ ഷൂട്ടിങ്ങിലായിരുന്നു. പക്ഷേ ചേച്ചിക്ക് അവിടെ മുഞ്ചലും കഞ്ഞി ആയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് മാറ്റി പറഞ്ഞ് അവസാനം പിച്ചുമ്പയാണ്. ഞാൻ ഉറക്കപ്പിച്ചി പറഞ്ഞതാണ്. എന്റെ മീഡിയയിൽ വന്നിരുന്ന് പറയണേന്ന്, ഞാൻ ഉറക്കപ്പിച്ചി പറഞ്ഞതെന്ന്, ഡേറ്റ് മാറിപ്പോയെന്ന്. പക്ഷെ എൻ്റെ പൊന്നടാവേ, ഒന്നും പറയാനില്ലടേ. ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയും ഓരോന്നൊക്കെ പടച്ചു വിട്ട് നാട്ടുകാരെ മുന്നിൽ നാറ്റിച്ചിട്ടൊക്കെ നിനക്കൊക്കെ എന്ത് സുഖാടി കിട്ടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും നമ്മുടെ മറ്റൊരു ചേച്ചി ഉണ്ടല്ലോ, ആരോപണങ്ങളുടെ ക്യൂൻ നേരത്തെ ആരോപിക്കുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയെ പറ്റിയുള്ള വാക്ക് നമുക്കൊന്ന് കേട്ടു നോക്കാം. ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വ്യാജ പരാതികൾ, ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നാൽ മറ്റ് പരാതികളുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യപ്പെടാം. കാരണം ആലുവ സ്വദേശിനിയായ നടിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടും ഇത്തരം ചില സംശയങ്ങളുണ്ട്. കാരണം ആ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു, അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവർ കൂടുതൽ ആരോപണങ്ങളും പരാതികളുമായി മുന്നോട്ട് വരുന്നുണ്ട്. ആ വാർത്ത കൂടി പരിശോധിച്ചു. അതാണ് നമ്മുടെ മറ്റേ ചേച്ചി. ഏത് ചേച്ചി? മിനി ചേച്ചി ഇതുപോലെ ഏറിൽ കടന്ന് പറഞ്ഞ് നടക്കുവാണ്. വേറെ ഒന്നുമില്ല. ചേച്ചി എല്ലാവർക്കും നിരത്തി എതിരെ അങ്ങോട്ട് ആരോപണം ഇട്ടപ്പോൾ ചേച്ചിക്കെതിരെ ഇങ്ങോട്ട് പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം ഇങ്ങോട്ട് വീഴുന്നു. അതും പോക്സ് അടക്കം വന്നപ്പം ചേച്ചി മൂഞ്ചി. മൊത്തത്തിൽ അതും മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായിരിക്കുന്ന അവസ്ഥയാണ്. ഇതിന്റെ ഇടയിൽ കയറി നാറിയ കളി കളിച്ചിട്ടുള്ള എല്ലാത്തിനും പിടിച്ച് അകത്തിട്ടിട്ട് ഒരു 10-30 വർഷമെങ്കിലും കുറഞ്ഞു തീർക്കണം. എന്നിട്ട് ഒരു 10-20 ലക്ഷം രൂപ അങ്ങോട്ട് പിഴയും ചുമത്തി കൊടുക്കണം. ഇതോടെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആവണം. ജീവിതകാലം മൊത്തം നടത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു 10-30 വർഷം അത് കിട്ടും. അത്രയും മതി. അപ്പൊ തന്നെ ഈ ഒരു കടി അങ്ങ് തീർന്നു കിട്ടും. ഇനി ഇതുപോലെ കടി ഉള്ളതിനൊന്നും കടിക്കാതിരിക്കാനുള്ളൊരു മരുന്നായി മാറും. ഇവിടെ ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ആണിന്റെ കരിയറും ജീവിതവും നശിച്ച് നാറാണം താക്കാമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് ഇതോടെ അങ്ങ് മാറിക്കിട്ടണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് കൂടെ കുടിക്കോളൂ. ബൈ.